ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി റൈസായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ രേവതിയുടെ ഈ മുഖം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ മാത്രമല്ല, ചന്ദ്രയോ രവീന്ദ്രനോ ശ്രീകാന്തോ വർഷയോ സുധിയോ അതുപോലെ തന്നെ നമ്മുടെ സച്ചു പോലും കണ്ടിട്ടില്ല. അത്രമാത്രം എന്താ പറയാ, ദേഷ്യപ്പെട്ടിട്ടാണ് നമ്മുടെ രേവതി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ്, അല്ലെങ്കിലും അമ്മ പറഞ്ഞത് തെറ്റായിപ്പോയി. അല്ല, വർഷയുടെ അമ്മ ചോദിച്ചതിന് അമ്മ ഇത്രയും വിശദീകരിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് തെറ്റല്ലേ? രേവതി എടുത്തിന് എന്തിനാ ഇതുപോലെ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ സുധി പറഞ്ഞു, അതിനു ഇനി അമ്മ ഒരു സത്യമല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്കും വർഷ ഇങ്ങ് കയറി വന്നു കേട്ടോ. വർഷ ഇങ്ങ് കയറി വന്നിട്ട്, അതെ, എന്റെ അഭിപ്രായം ഞാൻ പറയാം. അതിപ്പം ആർക്കെന്ത് തോന്നിയാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ദേ, അമ്മ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാ. എന്റെ അമ്മയൊക്കെയാ ശരിയാ. എന്റെ അമ്മ വീട്ടിൽ നിന്ന് വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അതിൻ്റെതായ രീതിയിലല്ലേ പറയേണ്ടത്. അല്ലെങ്കിലും ഈ കുടുംബത്തെ എല്ലാ കാര്യവും തുറന്നടിച്ച് സംസാരിച്ച് രേവതി ചേച്ചിനെ അപമാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പോ സ്വർണം ഇങ്ങോട്ടിട്ടാണ് കെട്ടിയത്, അങ്ങോട്ടിട്ടാണോ കെട്ടിയത് എന്നൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അമ്മ ചെയ്തത് തെറ്റ് തന്നെയാ. അതിന് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കില്ല. ഇത് കേട്ട ഉടനെ, എന്താ വർഷം നീ പറഞ്ഞത്? ഞാൻ ചെയ്തത് തെറ്റാണെന്നോ? അതെ, തെറ്റാ. അതിപ്പോ മറച്ചു വെക്കാനൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്ക് അമ്മ ചെയ്തത് ശരിയാണെന്ന് പറയാം. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് ആരെയും സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളതുപോലെ ഞാൻ പറയും. അച്ഛാ, സത്യം പറയാലോ, ഈ അമ്മ പറഞ്ഞൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്കും എന്തോ പോലെ ആയി പോയിട്ടോ. ആഹാ, ഇവള് കൊള്ളാലോ എന്ന മട്ടിലാണ് നമ്മുടെ ശ്രുതി നോക്കുന്നത്. ശ്രുതി പക്ഷെ ചന്ദ്രയുടെ അടുത്ത് കൂനിക്കൂടിയല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, കണ്ടോ ഇതൊക്കെ ആരടി പറയിപ്പിച്ചത്? നീ അല്ലേടി ഇതൊക്കെ പറയിപ്പിച്ചത്. ഇവിടെ ആരെങ്കിലും നിന്റെ പേരിൽ ശരി പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. എന്തിനാണ് ഈ വെറുതെ സ്വന്തം പല്ലു കുത്തി നാറ്റിക്കുന്നത്? അതിന്റെ കാര്യമുണ്ടോ? ഈ രേവതി ഇപ്പൊ ഈ കുടുംബത്തിലെ ആളാ. അത് നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഈ കുടുംബത്തിലെ ഒരാളെ അപമാനിക്കുന്നത് അത് നിന്നെ അപമാനിക്കുന്നത് പോലെ തന്നെയാ. നീ അതൊന്നും മനസ്സിലാക്കാത്ത എന്തിനാടി നീ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, പിന്നെ ഞാനൊരു സത്യമല്ലേ പറഞ്ഞത്. ഇവളുടെ അച്ഛൻ മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ ഇവള് കെട്ടാച്ചരക്കായിട്ട് ആ വീട്ടിൽ നിന്നേനെ. പിന്നെ നിങ്ങൾ കുറെ സ്വർണ്ണം ഇട്ട് കൊടുത്തോണ്ടാണല്ലോ ഇവളിപ്പം ഈ താലിമാലയൊക്കെ ഇട്ട് ഇങ്ങോട്ട് ഞെളിഞ്ഞു കുത്തി നടക്കുന്നത്. ഇവക്ക് ഒരു തെറ്റ് സ്വർണം പോലും ഇല്ലായിരുന്നല്ലോ എന്നും പറഞ്ഞു. ഇത് കേട്ടതും വീണ്ടും നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നിട്ട്, ദേ, നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ, ഇനി സംസാരിക്കരുത്. ഞാൻ ഇത്രയും നേരം ഒരു സ്ത്രീ ആയിട്ട് നിന്നാ സംസാരിച്ചത്. ഇനി ഞാൻ സ്ത്രീ ആയിട്ടല്ലായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഈ രേവതി ഒരു അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറം കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. എന്റെ അച്ഛനെ ഇനി പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ അമ്മയാണെന്നൊന്നും ഓർക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ രോക്ഷോകുലയായി ചെല്ലുകയാണ് ചന്ദ്രയുടെ മുമ്പിലേക്ക്. അപ്പോഴത്തേക്കും, നീ ആരോടാണ് ഈ തട്ടിക്കയറുന്നത്? കണ്ടില്ലേ അവളുടെ ഒരു ദേഷ്യം കണ്ടില്ലേ? അവള് തട്ടിക്കയറി വരുന്നത് കണ്ടില്ലേ? എടി, നിന്റെ വീട്ടിൽ നിന്ന് ഒരു തരി പൊന്നു നീ ഇട്ടിട്ടുണ്ടോടി എന്ന് വെച്ചപ്പോ, നിർത്ത, കൂടുതൽ സംസാരിക്കണ്ട. നിങ്ങളാണ് എനിക്ക് സ്വർണം എല്ലാം കൊണ്ടുപോയി ഇട്ട് തന്ന് കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. സ്വർണം അതല്ലേ നിങ്ങക്ക് ഇപ്പൊ വേണ്ടത് എന്നും പറഞ്ഞിട്ട്, നിർത്തിക്കോ എന്നും പറഞ്ഞ് നേരെ റൂമിനകത്ത് പോയി ഒറ്റ വാതിലടക്കില്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, കണ്ടില്ലേ ഉത്തരം മുട്ടിയപ്പോ അവള് കൊഞ്ഞനം കാണിച്ചിട്ട് പോയതാണ്. കണ്ടില്ലേ, അവള് കേറിപ്പോയി വാതിലടച്ചു. ഇനി അവള് വാതിൽ തുറക്കത്തില്ല. അവളാരാ മോള് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്രയോട് പറയാ രവീന്ദ്രൻ, എടി, നീ നിന്റെ വായൊന്ന് അടക്കി വെക്കടി. നീ എന്തിനാടി ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ആ രവീന്ദ്രൻ ഒരടി പൊട്ടിച്ചു കൊടുക്കാമെങ്കില് അവട്ട സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നേനെ ചന്ദ്ര. പക്ഷെ പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ലെന്നൊക്കെയാണ്. പക്ഷെ നമ്മളും പറഞ്ഞു പോകൂലേ, പറയാതെ എങ്ങനെ ഇരിക്കുന്നത്. ഏതായാലും ഈ സമയം തന്നെ നമ്മുടെ രേവതി സാരിയുടെ തുമ്പെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ ഇട്ട് പൊതച്ച് കുറച്ച് സ്വർണവും പിടിച്ചുകൊണ്ട് വരികയാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്ക്. ദേ കിടക്കുന്നു നിങ്ങൾ തന്ന സ്വർണം. എനിക്കിനി ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓഹോ, ആഹാ, അത്രയ്ക്കായോ? ഇതൊക്കെ ഉള്ള ഡ്രാമയാ, വെറും ഡ്രാമ. എടി, നീ ഇങ്ങനെയൊന്നും കാണിച്ചാലൊന്നും ഞാൻ അടങ്ങില്ലടി. ഞാനുണ്ടല്ലോ, ഞാൻ നിന്നെ പറയുന്നതിന് കാരണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. വലിഞ്ഞു കയറി വന്നവളെ എന്ന് പറഞ്ഞു. അമ്മേ, ഞാൻ പറഞ്ഞു ഇനി മിണ്ടരുതെന്ന്, ഇനി മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു, അല്ല, നീ വലിയ കാര്യത്തിൽ സ്വർണ്ണമൊക്കെ കൊണ്ട് വെക്കുന്നുണ്ടല്ലോ. എടി,
കെട്ടുതാലി പോലും ഇവിടെ നല്ലടി കൊണ്ടുപോകുന്നത്. നിന്റെ താലി എന്തേടി, നിന്റെ കെട്ടുതാലി വരെ ഇവിടെ നല്ലടി കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രേവതി, എനിക്കറിയായിരുന്നു അമ്മ ഇത് ചോദിക്കുന്ന, എനിക്കറിയായിരുന്നു. ഇന്നാ പിടിച്ചോ, ഈ താലിയും മാലയും ഒന്നും എനിക്കിനി വേണ്ട, ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പിടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങ് കൊടുക്കുകയാണ്. ഏതായാലും ഇതങ്ങ് കൊടുത്തതും പെട്ടെന്ന് നമ്മുടെ സച്ചി കയറി വരിക. സച്ചി കയറി വന്നത് ഇവിടെ ആകെപ്പാടെ മൊത്തം രേവതിയുടെ മുഖമൊക്കെ വല്ലാണ്ട് മാറിയിരിക്കുന്നു. സച്ചി വന്നത് സച്ചിനെ തന്നെ എല്ലാരും നോക്കുന്നു. സച്ചിക്ക് മനസ്സിലായി അവിടെ എന്താ പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ ചോദിച്ചു, എന്താ എല്ലാരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ എന്താ പ്രശ്നം? അല്ല രേവതി, നിനക്കെന്താ പറ്റിയത്? എന്താ പറ്റിയത്? എനിക്ക് എന്താ പറ്റിയതെന്ന് അറിയണമല്ലേ? എനിക്ക് എന്താ പറ്റിയെന്ന് ഞാൻ പറയാം. എന്നെയെ സ്വർണം ഇങ്ങോട്ടേക്ക് കൊണ്ടിട്ട് കെട്ടിയോണ്ട് എനിക്ക് അത്രയ്ക്ക് പോര പോലും. ഞാനിവിടെ കയറി വരാൻ യോഗ്യതയുള്ള മരുമകളല്ല. ഈ കല്യാണം വെറും ധർമ്മ കല്യാണമായിരുന്നു. ഇനി എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഞാൻ മടുത്തു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ആരുടെയും ദാനം എനിക്ക് വേണ്ട. ഈ ഇരിക്കുന്ന സ്വർണം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഈ താലിമാലയും എനിക്ക് വേണ്ട. എന്റെ ഭർത്താവിന്റെ പൈസയും കൊണ്ട് എനിക്ക് സ്വർണം താലി മേടിച്ചു തരുന്നോ, അന്നേ ഞാൻ ഇത് ഇടുന്നുള്ളൂ. അതുവരെ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണ് കേട്ടോ. ഒറ്റ പോക്കങ്ങ് പോയി. സച്ചു അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. രേവതി ഇത്രമാത്രം രോക്ഷോകുലയായിട്ട് നിൽക്കുന്നത് നമ്മുടെ സച്ചി കണ്ടിട്ടില്ല, അതും പ്രത്യേകിച്ച് ചന്ദ്രയുടെ മുമ്പില്. അപ്പൊ സ്വർണം അവിടെ ഇരിക്കുകയാണല്ലോ. സ്വർണം അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിനക്കിപ്പം മതിയായോ? നീ കൊണ്ടുപോയി എടുത്ത് നീ എന്നാന്ന് വെച്ചാൽ ചെയ്യ. നീ ഇത് കഴുത്തിലിടുവോ, നീ പുഴുങ്ങി തിന്നോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യ. ഇടി, ഒരു പെങ്കൊച്ചിന്റെ മനസ്സ് വേദനിപ്പിച്ചപ്പോ നിനക്ക് മതിയായോ എന്ന് ചോദിച്ചു. അപ്പൊ സച്ചി അവിടെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. സച്ചി നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ, നമ്മുടെ രേവതിയുടെ പുറകെ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഇവളെല്ലാം സ്വർണം കൂടി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, ഞാൻ ഓർത്തോ ഇടി. ഈ അപമാനം എന്ന് പറയുന്നതേ അത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല, നിരന്തരം അവളുടെ പുറകെ നടന്ന് അവളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ഒരു പരിധിയില്ലേ? അവള് പെണ്ണ്. അതുകൊണ്ട് അവളിപ്പോ ഇത് ഊരി വെച്ചിട്ട് പോയത്. നീ എടുത്തൊരു കാര്യം ചെയ്യ, നീ കുറെ പുഴുങ്ങി അങ്ങ് തിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് രവീന്ദ്രൻ അങ്ങ് പോയി. ഈ സമയം കൊണ്ട് വർഷയും ശ്രുതിയും അതുപോലെ തന്നെ ശ്രീകാന്തും സുധിയും ഒക്കെ അങ്ങ് പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഇങ്ങനെ ദേഷ്യം വന്നിട്ട് കട്ടിലേരിക്കും. അപ്പൊ സച്ചി വന്നിട്ട്, രേവതി, ഇത് നീ തന്നെയാണോ രേവതി സംസാരിച്ചത്? രേവതി, നീ പറഞ്ഞത് ശരിയാ രേവതി, എന്തൊക്കെയാണെങ്കിലും നീ പറഞ്ഞത് ശരിയാ. ഏതായാലും ആ സ്വർണം ഇനി നമുക്ക് വേണ്ട. ഇത്രയൊക്കെ എന്റെ അമ്മ പറഞ്ഞതല്ലേ. അല്ല, നിനക്ക് എവിടെ നിന്ന് കിട്ടി ശക്തി, ഇത്രയും ശക്തി എന്റെ അമ്മയുടെ നേരെ നിന്ന് സംസാരിക്കാന്? നീ അങ്ങനെയൊന്നും സംസാരിക്കുന്നതല്ലായിരുന്നല്ല. ഒരു പരിധിയുണ്ട് സച്ചേട്ടാ, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്റെ അച്ഛനെ പറയുന്നത് ഞാൻ കേട്ടോണ്ട് നിൽക്കണമെന്നാണോ സച്ചേട്ടൻ പറയുന്നത്? എല്ലാം ഞാൻ സഹിക്കും. എന്റെ അച്ഛനെ പറഞ്ഞ് ഞാൻ സഹിക്കില്ല. കാരണം എനിക്ക് ജന്മം തന്ന ആളാ അത്. ഇപ്പൊ നിനക്ക് വേദനിച്ചല്ലേ? അപ്പൊ നീ ഒന്ന് ഓർത്തു നോക്കിയ രേവതി, എന്റെ അച്ഛനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഞാൻ രോക്ഷാകുലമായിട്ട് ഇവിടെ കിടന്ന് ഓരോന്ന് പറയുന്നതിന് എന്താ തെറ്റിയിരിക്കുന്നത്? എന്റെ അച്ഛനെ കുറിച്ച് ആരും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അപ്പൊ ഞാൻ ദേഷ്യപ്പെടും. അപ്പൊ നീ എന്താ പറഞ്ഞത്? ഞാൻ തൊട്ടതിന് പിടിച്ചും ദേഷ്യപ്പെടുകയാണെന്ന്. ഇതൊക്കെ തന്നെയാ ഞാൻ നടത്തിയത്. അതൊക്കെ പോട്ടെ. നീ ഒരു ബുക്ക് എടുത്തിട്ട് ആ കൊടുത്ത സ്വർണം, എന്തൊക്കെ സ്വർണ്ണം ഉണ്ട്, എന്തോരം ഉണ്ട് എന്ന് കറക്റ്റ് ആയിട്ട് നീ അത് എഴുതിത്താ. ഏതായാലും നമുക്ക് അത് മൊത്തം മേടിക്കാം. ഇപ്പോഴൊന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ. മേടിക്കാം. ഏതായാലും ഓട്ടോ ഒക്കെ നല്ല ചറപറ കിട്ടുന്നുണ്ട്. അതിനിടയിൽ കുറച്ച് നമുക്ക് ബാധ്യതകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ തീർന്നു കഴിയുമ്പോൾ മേടിക്കാം. സച്ചേട്ടാ, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്കൊരു കെട്ടുതാലി മാത്രം മതി. അത് മാത്രം സച്ചേട്ടൻ മേടിച്ചു തന്നാൽ മതി. അത് മേടിക്കാൻ രേവതി. ഏതായാലും നിന്റെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പം എന്തെങ്കിലും ഇങ്ങനെ വാശിക്ക് പറയുമ്പോഴേ എന്നോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയണേ. അല്ല, ഇതിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് ഞാനും ഉണ്ടല്ലോ, ഞാനും കൂടി ഇതിൽ പങ്കാളിയാണല്ലോ. അപ്പൊ ഞാനും കൂടി അറിയണ്ടേ. ഇനി എന്നോട് പറയില്ല രേവതി എന്ന് ചോദിച്ചപ്പോ രേവതി പറഞ്ഞു, സച്ചേട്ടനോട് പറഞ്ഞേക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രനെയാണ്. ചന്ദ്ര നേരെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുക. ഭാമേ, എടി ഭാമേ എന്ന് വിളിച്ചോണ്ട് പോവാണ്. ഭാമയാണെങ്കിൽ, ചന്ദ്ര, നീ കുറെ ദിവസമായല്ലോ വന്നിട്ട്, കേറി വാ, എങ്ങനെയുണ്ട്? 3 മരുമക്കളൊക്കെ കിട്ടിയില്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ 3 മരുമക്കള്, ഇപ്പൊ അതാ എനിക്ക് തലവേദന. തലവേദനയോ? എന്തിനാ നിനക്ക് തലവേദന? കോടീശ്വരിയായ ഒരു മരുമകള് നിന്റെ വീട്ടിൽ കയറി വന്നില്ലേ? 2 കോടീശ്വരിയായ മരുമകളെ നിനക്ക് കിട്ടിയില്ലേ? കോടീശ്വരികളൊക്കെയാ, അതൊക്കെ ശരിയാ. പക്ഷേ 3 ഒരുമിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്റെ ഭാമേ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു. രേവതിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വർഷയുടെ അമ്മ വന്നപ്പോ പറഞ്ഞു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും. അതുകൊണ്ട് അവള് സ്വർണ്ണമെല്ലാം ഊരി എനിക്ക് തിരിച്ചു തന്നു. സ്വർണ്ണമെല്ലാം ഊരി തിരിച്ചു തന്നോ?
അതെന്തിനാ ചന്ദ്രൻ നീ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അതാരായാലും കേട്ടോണ്ട് നിൽക്കുവോ? പിന്നെ ഞാൻ അവളുടെ കാലെ തൊഴുതങ്ങോട്ട് വീഴാം. വലിഞ്ഞു കയറി വന്നവള് എന്നും വലിഞ്ഞു കയറി വന്നവള് തന്നെയല്ലേ ഭാമേ? പിന്നെ ഉണ്ടല്ലോ വർഷ, അവൾ എന്റെ സൈഡല്ല, അവള് രേവതിയുടെ സൈഡാ. എന്തിനും ഏതിനും അവള് രേവതിയുടെ സൈഡ് നിൽക്കുക. അത് ശരിയാവില്ല. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. 3 മക്കളുണ്ടായിരുന്നപ്പോഴേ അടിയായിരുന്നു. 3 മരുമക്കളും കൂടെ കയറി വന്നപ്പോഴത്തേക്കും അടിപിടിയായോ? അത് പിന്നെ എന്താ പറയാ. ഏതായാലും 3 എണ്ണം ഒരുമിച്ച് നിന്നാ ഒരിക്കലും ശരിയാവില്ല. ഞാനേ ഒന്ന് കിടക്കട്ടെ. എനിക്ക് നീണ്ടു നിവർന്നൊന്ന് കിടക്കണം. എത്ര ദിവസമായി എന്നറിയാമോ ഞാനൊന്ന് കിടന്നിട്ട്. ഇപ്പൊ ഹോളിലാ കിടക്കുന്നത്. ഹോളിലോ? അതെന്താ? അതൊക്കെ വലിയ കഥയാ. വീട്ടിലാകെ എത്ര റൂമാ ഉള്ളതെന്ന് അറിയാലോ. മക്കളെല്ലാരും കൂടെ റൂമിൽ കയറി ആധിപത്യം സ്ഥാപിച്ചു. ഞാനും രവിയേട്ടനും ഇപ്പം ഹോളിലാ കിടക്കുന്നത്. ഓഹോ, അങ്ങനെയൊക്കെയാണോ കാര്യങ്ങള്? അങ്ങനെയൊക്കെ തന്നെയാ കാര്യങ്ങള്. ഇതങ്ങനെ ഒത്തിരി നാള് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഭാമി. എനിക്ക് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം. ഒരിക്കലും 3 പേരും ഒരുമിച്ച് പോകാൻ പാടില്ല. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും 3 പേരും ഒരുമിച്ചിരുന്ന് എന്തൊരു സംസാരവും ചിരിയും കളിയും ആയിരുന്നെന്നോ. അങ്ങനെ വിട്ടു കഴിഞ്ഞാലേ ഞാൻ ഒറ്റപ്പെടും. നീ ഒറ്റപ്പെടും. അല്ല, വർഷം എങ്ങനെയുണ്ട്? ആ പെണ്ണിനൊരു പ്രത്യേക സ്വഭാവമാ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് ആരുടെ കൂടെയാ നിൽക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം ചന്ദ്രേ, നീ അവളെ മുറുകെ പിടിച്ചോ. ഇനി എങ്ങാണ് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് നേരെ ചെന്ന് കയറാൻ പോകുന്ന അവളുടെ വീട്ടിലേക്കായിരിക്കും. പിന്നെ ശ്രീകാന്തിനെ പോലും നിനക്ക് കാണാൻ കിട്ടില്ല. കാരണം അത്രയ്ക്ക് മാത്രം സമ്പാദ്യമുള്ള പെങ്കൊച്ചാണേ. ശ്രീകാന്തിനെ പിടിച്ചു തീർത്തു അവിടെ. ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങളൊക്കെ അതിന് മിടുക്കികളാന്നേ. ഭാര്യ എന്തു പറയുന്നോ അതേപടി അനുസരിക്കും. അതും കൊണ്ടൊന്ന് സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും. ഏതായാലും ഞാൻ സൂക്ഷിക്കും ഭാമേ. പക്ഷെ ഉണ്ടല്ലോ ആ രേവതി, അവളെ ഇനി അവിടെ നിർത്താൻ പാടില്ല. അവളെ അവിടെ നിന്ന് അടിച്ചോടിക്കണം. അവള് വീട്ടിൽ പോയി നിന്ന് കുറച്ച് ദിവസം എന്ത് സമാധാനം ഉണ്ടായിരുന്നെന്നറിയാമോ? ഓ, ഇപ്പം പക്ഷെ സമാധാനം നഷ്ടപ്പെട്ടിട്ടിരിക്കുക. എന്ത് ചെയ്യാനാന്നറിയില്ല. ഏതായാലും അവരെ രണ്ടുപേരും പുറത്താക്കണം ഭാമേ. നീ എന്തെങ്കിലും ഒന്ന് വഴി പറഞ്ഞു തരുമോ? ഞാൻ എന്ത് വഴി പറഞ്ഞു തരാനാ ചന്ദ്രേ? ഇപ്പം അവരെ പുറത്താക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? അവരെ പുറത്താക്കണം. അവരെ പുറത്താക്കിയാലേ പ്രയോജനമുള്ളൂ. കാരണം ഇനി രേവതിയുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാല് അവിടെ കയറി എട്ടങ്കോലിടാനായിട്ട് വർഷ വരും. പിന്നെ ഞാനും വർഷയും തമ്മിൽ തെറ്റേണ്ട വരും. അങ്ങനെ തെറ്റിക്കഴിഞ്ഞാല് പിന്നെ അവള് വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? അതിലും ഭേദം ഒന്നുമില്ലാത്ത മരുമകളെ അങ്ങ് ചവിട്ടി തൂത്ത് വെളിയിലാക്കുന്നതല്ലേ നല്ലത്. അവരെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല എനിക്ക്. പിന്നെ ആ സച്ചിയുടെ കൊണ എന്നുള്ളൊരു വർത്താനം, ആ വർത്താനം എനിക്ക് തീരെ പിടിക്കണില്ല. അവനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെ സമാധാനാവും. രണ്ടുപേരും കൂടെ വല്ല വാടക വീട്ടിലും പോയി താമസിക്കട്ടെ. അല്ലാതെ എന്റെ വീട്ടിൽ കിടക്കാൻ ഞാൻ ഇനി സമ്മതിക്കത്തില്ല. നോക്കിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും പുറത്താക്കും. അതിനുള്ള കുറച്ച് നൊടുങ്ങു വിദ്യകളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്ര എന്തൊക്കെയോ പഠിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ രേവതിനെ പുറത്താക്കാന്. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നാളത്തെ വിശേഷത്തിനായിട്ട്. നാളെ നമ്മള് രേവതിയുടെയും സച്ചിയുടെയും വിശേഷം എന്നും രാവിലെ കറക്റ്റ് 6:53 ഇടുന്നുണ്ട്. ഇനിയിപ്പം വൈകിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നയനയുടെയും ആദർശിന്റെയും പ്രമോ വിശേഷമാണ് കേട്ടോ. അത് നമ്മൾ ഇന്ന് 9:30 ആകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.